അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെരുന്തലിൽ നിന്ന കോണെന്ന് പറയുന്ന ഒരു കോണിലാണ്. അതെന്ന് പറയുന്നത് കാണിച്ചു തരാം. കണ്ട, അതെന്ന് പറയുന്നത് വിശാലമായ, അതെന്ന് പറയുന്നത് പേപ്പാറ ഡാമിൻ്റെ റിസർവയറിൻ്റെ സൈഡിലെ സൈഡിലൊരു കോണ് ആയിട്ടുള്ളൊരു സ്ഥലത്തിനെയാണ് പെരുന്തലിൽ നിന്ന കോണ് എന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നേ, പെരുന്തലി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത്. ശരിക്കുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കാണിക്കാൻ വേറെ ഒരു മരവുമില്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു പീസായിരുന്നു ആ മരം. ആ മരം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനല്ല, ഡാമിൽ വെള്ളം കയറ്റിയപ്പം മരം വീണ് വെള്ളത്തിൽ നിന്നിട്ട് പട്ടുപോയി. അത് പിന്നെ കാണിക്കാം. അങ്ങനെ അവിടെയാണ് ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതല്ല, ഇവിടുത്തെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയ ആ കാലം തൊട്ടേ ഒരു കാര്യത്തിൽ, അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ആവർത്തിച്ച് ആൾക്കാർ കുറച്ച് കമൻറ്റ് ചെയ്ത ഒരു കാര്യമാണ് ഫിഷിംഗ് വ്ളോഗ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഏകദേശം ഒരാഴ്ച ഉണ്ടാരും കമൻറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നതാണ് ഒരു ഫിഷിംഗ് വ്ളോഗ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ഫിഷിംഗ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഡാമിൻ്റെ, അതായത് തേക്കലിൻ്റെ ഇവിടുത്തെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. എത്രയും പെട്ടെന്ന് ഇപ്പം നല്ല മഴക്കോളുണ്ട്. 2 ദിവസമായിട്ടൊരു മഴ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ മഴ പെയ്തില്ലെങ്കിൽ പറ്റിയാൽ നാളെ മറ്റന്നൊക്കെ തന്നെ ചെയ്യണമെന്നൊരു പ്ലാനുണ്ട്. അങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ നോക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ ഒരു വ്ളോഗ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അങ്ങനെ അപ്പം അതാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നേ ഉള്ളൂ. ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പൊസിഷൻ ആദ്യം കണ്ടെത്തണം. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത് ഡാമിലോട്ട് റിസർവയറിലായിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏക സ്ഥലമാണിത്. ഇവിടെ മേലെന്ന് ഇവിടെ ഇറങ്ങാൻ വളരെ എളുപ്പമാണ്. വന്നതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇവിടെ വന്നിരുന്ന് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടുള്ളൊരു പൊസിഷനെ കണ്ടെത്തണം. ഒരു സ്ഥലം ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ട് ചൂണ്ടയിടാൻ വേണ്ടി ഒരു ഫിഷിംഗ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വരാം. അതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അതിന് മുമ്പ് ആദ്യം ഞാൻ മറ്റേ സ്ഥലം കാണിച്ചു തരാം. മരമില്ല, മരത്തിൻ്റെ മൂടുണ്ട്. ഇവിടെ നിന്നതിൽ ഈ ഏരിയയിലോട്ട് ഏറ്റവും തലയെടുപ്പോടെ ഏറ്റവും വലുതായിട്ട് വരുന്ന ഒരു ഏക മരമായിരുന്നു ആ മരം. ഈ മരമല്ല, ഈ പെരുന്തലി എന്ന് പറഞ്ഞ മരം. ഇവിടെ അതിന് അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കണ്ട, ഇതാണ് മരത്തിൻ്റെ വേര്. വലിയ ഒരു മരം, മരമായിരുന്നു. ആ മരത്തിൻ്റെ വേരാണിത്. ഒരു വേര് ഇവിടെ, ഒരു ഭാഗം അവിടത്ത്, അതിൻ്റെ മുട്ടിൽ നിന്ന് ഒരെണ്ണം അവിടെ നിന്ന് വലിയ ഒരു വമ്പിച്ച മരമായിരുന്നു. മരമെന്ന് വെച്ചാൽ ഇവിടെ സാക്ഷാൽ ഗുരുവായൂർ കേശവൻ്റെ തലയെടുപ്പോടെ വന്ന മരമായിരുന്നത്. ആ മരമാണ്, ആ മരത്തിൻ്റെ വേരാണ് ഈ കിടക്കുന്നത്. ആ മരമാണ് അത് സാഹസ്യമായിട്ട് വെള്ളം കയറിയപ്പോൾ നിന്ന് ഇടിഞ്ഞ് തറയിൽ വീണ് പോയത്. വെള്ളത്തിൽ വീണ് അത് വെള്ളത്തിലൂടെ വൈകി അത് എവിടെയൊക്കെയോ പോയി. ഇപ്പം മരത്തിൻ്റെ മൂട് മാത്രമുണ്ട്. അങ്ങനെയാണ് സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ നല്ലൊരു പൊസിഷൻ കണ്ടെത്തണം, എവിടെ ഇരുന്ന് ചൂണ്ടയിടാം എന്നുള്ളത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടും ചൂണ്ടയിടാനൊക്കെ വന്നിട്ട് മാസക്കണക്കിനായി. ചൂണ്ടയിടാനല്ല, ഇവിടെ ഈ ഏരിയയിൽ വന്നിട്ട് മാസക്കണക്കിനായി. അതുകൊണ്ട് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. കണ്ട, മീനിനെ തീറ്റിയിട്ടിരിക്കുകയാണ്. മരിച്ചിനിയുടെ കൊണ്ടയാണ്, മരിച്ചിനിയുടെ തോലൊടിച്ച് വെച്ചതാണ്. ഇതാരാണ്ടൊക്കെയോ ആണ്. ലാസ്റ്റ് ഇവിടെ ആരോ വെച്ചിരിക്കുന്നു. ഞാനല്ല, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. കണ്ട, ഇതിലുണ്ടായിരുന്ന ഇല ഉണ്ടായിരുന്നതാണ്. ഇല മൊത്തം മീനുകൾ തിന്നുപോയി. ഇപ്പം അതിൻ്റെ മാറ് മാത്രമേ ഉള്ളൂ. മാറെന്ന് പറഞ്ഞാൽ അതിൻ്റെ തോല്, കമ്പും കൊണയും, അതായത് ഈ സാധനം, ഇതാണ് മാറ്. അപ്പം അത് മാത്രമാണുള്ളത്. നല്ല 2 മണിയോ 3 മണിയോ എന്താണ്ട് ആയേ ഉള്ളൂ. എല്ലാം മയക്കോളും ഇടിമിന്നലൊക്കെ ഉണ്ട്. ഇടിമിന്നലല്ല, മിന്നലില്ല, ഇടിശബ്ദം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയ സ്ഥിതിച്ച് എന്തായാലും ഒന്ന് അപ്പുറത്തോടി പോയി കറങ്ങിയിട്ടങ്ങ് കയറി പോവാം. ഇവിടെ കണ്ട അതിമനോഹരമായ ചങ്ങാട ഒരുക്കുകയാണ്.
ഇതാരിൻ്റെ ചങ്ങാടം എന്ന് വെച്ചാൽ കണ്ടു നല്ല പരിചയമുള്ള ചങ്ങാടമൊന്നുമില്ല. നമ്മുടെ ചങ്ങാടം ഞങ്ങളുടെ അല്ല, പക്ഷേ ഞങ്ങളുടെ ചങ്ങാടം അല്ല, ഇത് വേറെ എൻ്റെ ചങ്ങാടം. ആരും നല്ല മനോഹരമായിട്ട് കയറ്റി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഇനിയത് ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒന്നേന്നെടുത്ത് കെട്ടണം. അവിടെ നിന്ന് അങ്ങോട്ട് മുതുമറയാറ്, താഴെ അങ്ങോട്ട് മയിലാടും പാറ. ഇനിയിപ്പോൾ ഇവിടെ കൂടി ഈ സൈഡ് വഴി ഇങ്ങനെ അപ്പുറത്തോട്ട് നടന്നിട്ട് അപ്പുറത്തോട്ട് വഴി ഉണ്ട്, അതിലൂടെ അങ്ങ് കയറി പോവാം. ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഈ ഏരിയയിലൊന്ന് 5-8 മാസക്കണക്കിനായി. അതുകൊണ്ട് എന്നാൽ പിന്നെ ഒന്ന് വന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ സ്ഥലവും കാണാം, വെള്ളം വലിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടെന്ന സ്ഥലവും എങ്ങനെ ഉണ്ടെന്ന് കാണാം. ചൂണ്ടിടാൻ വേണ്ടി ഒരു സ്ഥലവും കണ്ടുപിടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വന്നത്. ഇവിടെ ഇപ്പോൾ ചൂണ്ടിട്ടാൽ മീൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാതിരുന്നത്. നല്ല അന്തരീക്ഷം. ഒരു മരമാണ് ഇടിഞ്ഞ് പറഞ്ഞ വെള്ളത്തിലോട്ട് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ ഊർന്ന് അയ്യോ പോകണം അപ്പുറത്തോട്ട്. അയ്യോ നടക്കുന്നു. ഇവിടെ കൂടി ഒരു പറ്റം ആന, ഒരു പറ്റമല്ല ഇത് ഒരു ആന എന്നോ ഇറങ്ങി അങ്ങോട്ട് പോയിരിക്കുന്നു. ഇപ്പം എൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു മരവും പടപ്പോടെ ഇടിഞ്ഞു വീണ് അതും അങ്ങനെ കിടക്കുന്നു. വൗ, ആ കോണിൽ അവിടെ അക്കരെ ആരും ചൂണ്ടയിടുന്നു സുഹൃത്തുക്കളെ, ചൂണ്ടയിടുന്നു. അതാരോ ആണ്, സൂം ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ്. ഇതാ ഇങ്ങനെ പോവുകയാണ്. ഈ ചെരുപ്പെടുത്തില്ല ഞാൻ, കണ്ട മണ്ണും പിടിച്ച കാലാലെ അങ്ങനെ ഞാൻ വീണ്ടും പോവുകയാണ്. അയ്യോ ഈ ഏരിയയിലൊന്നും ഇവിടെ ആരും നടക്കുന്നുണ്ടല്ലോ. ഈ സൈഡിലൂടെ നടക്കാനാണ് ഇപ്പോൾ രഥമില്ലാത്തത്. സൂക്ഷിച്ച് നടന്നില്ല എല്ലാം കൂടെ തറയിൽ കിടക്കും. നേരെ നടക്കണമെങ്കിൽ ഒരു ഊന്നും അടിയും കൂടി കയ്യിൽ കരുതിക്കൊള്ളണം. കൂടെയൊക്കെ എങ്ങനെ പോകുമോ എന്തോ. കിട്ടി കാട്ടൊന്നും ഏരിയതാ. ഇടിഞ്ഞ് പറഞ്ഞ് വെള്ളത്തിലൊന്നും പോയി വീഴുന്നില്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അപ്പുറത്തെത്തണം. അവിടെ കൂടി നായയൊക്കെ ചവിട്ടി വെച്ചിരിക്കുന്നു. ചെന്നായ്ക്കളായിരിക്കും. ചെന്നായ്ക്കളുടെ ശല്യമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. മേലെക്കൂടി ഇറങ്ങി നടന്നിട്ട് ഒരു കോൺഫിഡൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് വെള്ളത്തിലൂടെ ഇറങ്ങി നടന്നതാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ നടന്നിട്ടും ഒരു യഥം വരുന്നില്ല. ഇതിൻ്റെ സൈഡിലാണ് കണ്ട മണ്ണിര, കുക്കിരി, ഫോക്കസ് ആവുന്നില്ലല്ല. മണ്ണിരയുടെ ഇതാണ്. മണ്ണിര കൊണ്ട് കയറ്റി വെച്ചിരിക്കുന്ന മണ്ണാണ്. ഇപ്പോൾ അവിടെ മാന്തിയ മണ്ണിര കിട്ടും. അത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇനി ചൂണ്ടയിടാൻ വരുമ്പോൾ ചൂണ്ടയിടണമെങ്കിൽ ഇരയെടുക്കാം. ഇവിടെ ആരും ചൂണ്ടയിട്ട ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ടല്ലോ. അവിടെ ഒരു കമ്പൊക്കെ കുത്തി വെച്ച് ചിരട്ടയിൽ അതിലൊന്നുമില്ല, ഇരയെടുത്ത് വെച്ചതാണ് ആരും. അതാ ഇവിടെ ഇരിക്കുന്നു. നോക്കാരെ ഇരയെടുത്ത് വെച്ച് ചൂണ്ടയിട്ടോ. ഇതിപ്പോൾ ആരോ വെച്ചിട്ട് പോയതായിരിക്കും. നോക്കി എടുത്ത് വെച്ച് ഇരയെ കക്കണക്കിന് ഇരിക്കുന്നു. അവിടെ ആരാണ്ടോ ചൂണ്ടയിട്ട് ഇരുന്നതാണ്. ഇനി ഞാൻ വന്ന് കടന്ന് പറയുന്നതും കേട്ടിട്ട് ആരിൽ ഇറങ്ങി ഓടിയതാണോ എന്തോ. പക്ഷേ മനോഹരം കേട്ട. മയിലാടും പാറ വന്ന് കാണും പോലെ അല്ലേ. മയിലാടും പാറയൊക്കെ ഞാൻ മിക്ക ദിവസങ്ങളിലും പോനതാണ്. അയ്യോ കിട്ടിയില്ലേ. മയിലാടും പാറ ഞാൻ മിക്ക ദിവസങ്ങളിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകും. അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മയിലാടും പാറ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അവിടെ പോവാറുണ്ട്. വീട്ടിലൊക്കെ റേഞ്ച് ഉണ്ടെങ്കിലും അവിടെ സ്പീഡ് വളരെ ശോകമാണ്. ആനയല്ല, ആനപ്പിണ്ടം. ഇവിടെ കൂടി എപ്പോഴും ആനപ്പിണ്ടം. ഇവിടെ കൂടി എപ്പോഴും ആന ഇറങ്ങിപ്പോയിരിക്കുന്നു. വാവ്.
ഇനി ഈ കാട്ടിലൊന്നും ആന ഇല്ലാത്തതുകൊണ്ട് കൊള്ളാമോ. ഇതിവിടെ കൂടെയാണ് ചവിട്ടിപ്പോയത്. കാൽപ്പാടുകൾ ഇവിടെ കൂടെ ആളും നടത്തിയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കുക തന്നെ. മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. അപ്പുറത്തൊരു വഴിയുണ്ട്, അവിടെ കൂടി കയറി അങ്ങ് പോവാം. ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ കൂടെ നടക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാൽ പോലും പോയി നോക്കാമല്ലോ. അത് അക്കരെ കണ്ട അവിടെ ഒരു കല്ലിൻ്റെ പുറത്തൊരു കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് നൈസ് സാധനമാണ്. ഒരു കല്ലിൻ്റെ പുറത്താണ് വേറൊരു കല്ലിരിക്കുന്നത്. ആ വെള്ളം അതിൻ്റെയും താഴെ വലിഞ്ഞിറങ്ങിയാലാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഓ, ഞാൻ ഇവിടെ നിന്നെല്ലാം കൂടി ഇയാൾ കടിച്ചവരെ പോലെ ശ്രദ്ധയോടെ നടന്നില്ലെങ്കിൽ കല്ല് ചവിട്ടി ചറക്കി എല്ലാം കൂടി തറയിൽ വീണ് കയ്യും കാലും ഒടിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ കയറി പോവുള്ളൂ. കണ്ട, ഇതൊക്കെ ഡാം കെട്ടിയ ആ സമയത്ത് മുറിച്ചു മാറ്റിയ വൻ മരങ്ങളാണ്. ഇപ്പോൾ ഈ ഡാമിൽ വെള്ളം കുറവാണ്. അയ്യോ, അവിടെ വന്നവൻ പിറകോട്ട് അങ്ങോട്ട് കാണിച്ചില്ലല്ലോ. എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഓ, ഇത് കാണാനൊന്നുമില്ല, അവിടെ കാണിച്ച പോലെ തന്നെ. ഇവിടെ നിന്ന് പോയാൽ അങ്ങോട്ട് അത്രയും കാണാം. അവിടെ കൂടി അവിടെ ഒരു കോണ്. ഇവിടുത്തെ ഈ ഭാഗത്ത് എവിടെയാ ഡാം കെട്ടിയ പണ്ട് ഈ ഡാമിൽ ബോട്ട് റൈഡൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് എവിടെ ബോട്ടൊക്കെ മറിഞ്ഞ് കുറേ പേരൊക്കെ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അന്നൊന്നും ഞാനില്ലായിരുന്നു. ഞാനൊക്കെ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അത്. ഡാം കെട്ടിയ ആ സമയത്തായിരിക്കണം അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഞാൻ പോവുകയാണ്. ഈ മരമല്ലേ ഇപ്പം പറഞ്ഞത്. അപ്പുറത്ത് അവിടെ വലിയ മരത്തിൻ്റെ കട്ട, അക്കരെ അവിടെ ആരാണ്ടോ ചൂണ്ടിട്ടിരിക്കുന്നത്. ഇവിടെ കൂടി എന്താ ആ മട എത്രയും കയറി മറിഞ്ഞു പോയ അപ്പുറത്ത് വഴിയുണ്ട്. എന്തായാലും അവിടെ കൂടി തന്നെ കയറി പോവാം. അത് പക്ഷേ അവിടെ ചെന്ന് എത്തുന്നതാണ് മെനക്കേട്. ഇത് കൊള്ളാമല്ല. ഇത് തീ കത്തിച്ചൊരു ഫീല്. ഈ മരത്തിനെ ചുട്ടോ മറ്റെന്താ തള്ളയിട്ടാണ്. ഇത് വലിയൊരു മരമാണ്. മരത്തിൻ്റെ നടുക്കെ അങ്ങനെ ഇരിക്കുന്നു. വേരുകളൊക്കെ നീണ്ടു കിടക്കുന്നു. ഈ വേരൊക്കെ മിക്കവാറും അന്ന് മണ്ണിനടിയിലിരുന്നതായിരിക്കും. പിന്നെ കാലക്രമേണ വെളിയിലായതായിരിക്കാം. ഇവിടെ കൂടി മേലെ സൈഡ് മൊത്തം കാടുകളാണ്. അവിടെ ഒരു കാര ഉണ്ടായിരുന്നു. കാരപ്പഴത്തിൻ്റെ സമയമായിരുന്നു ഈ കായൊക്കെ വറക്കാതെ. പക്ഷെ അക്കരെ നിന്ന് ആരോ ചൂണ്ടയിടുന്നു. ഒന്നും ചെയ്ത് കാണിക്കാൻ പറ്റൂലല്ലോ. നല്ല അന്തരീക്ഷം. അവിടെ കൂടി കയറി പോകാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ കൂടി കയറിപ്പോവാം. ഇവിടെ എന്തോ നോക്കട്ടല്ലോ. ഓ, ഇത് കൊള്ളാമല്ലോ. എന്തോ മൃഗത്തിൻ്റെ ഫോസിലാണല്ലോ. അയ്യടാ, ഓ, എന്തിൻ്റെ എല്ല്. ഇത് കൊള്ളാം, മാസ്ക് പോലെ ഇങ്ങനെ. ഇത് കൊള്ളാമല്ല, ചെന്നായിരിക്കും ഇത് കണ്ടിട്ട്. പക്ഷേ ഇത്രയും വലിയ സംഭവം ഇവിടെ നടന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നോക്കൂ, പോത്തോ പ്ലാവോ അങ്ങനത്തെ എന്തോ ആയിരിക്കണം. പന്നിയായിരിക്കുമല്ലേ. ഇതെന്തോ വലിയ സാധനമാണ്. നോക്കതിൻ്റെ നെട്ടല്. ഓ, ഇത് കൊള്ളാമല്ലോ. എടുത്തുകൊണ്ട് ഫ്രെയിം ചെയ്ത് വെക്കാം. ചെന്നായോ കടുവയോ പുലിയോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത പിടിച്ചത്. ശേ, 3-4 മാസമായെന്നാണ് തോന്നുന്നത്. ഷോ, എല്ല് അതിലൊക്കെ ഓയിൽ പോലെ. എൻ്റെ നെയ്യും സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഷോ, ഇതെന്തോന്നു, പങ്കായോ?
തൊടയരല്ലായിരിക്കും. ഷോ അപ്പോൾ വൃത്തിയായിട്ടാ ഇവിടെ കിടക്കാൻ. ഇത് തലയാണ് കേട്ടോ. എന്താ ജേ കഴിഞ്ഞ്. അല്ല ഇത് പോത്തല്ല, പന്നിയല്ല, ഇതെന്തോ സാധനം അവിടെ തല നീണ്ട എന്തോ സാധനം. പല്ല്. ഇത് കുറേ കാലമായി കേട്ടോ. ഞാനിതൊക്കെ കാണാൻ എൻ്റെ എത്രയും വൈകി. ഇതാന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടണമെന്ന്. ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തതാ. ശരി, നീണ്ട സാധനം അതെന്തായിരിക്കും? പോത്തല്ല, പോത്താൻ തലേനെക്കാട്ടി വേണം വരുമല്ല. ഇത് ലാവോ പൂരനോ അമ്മയോ? ഇതിൻ്റെ തലയാണ്. തലയാണ്. ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും കൊള്ളാം കേട്ടോ. ചെമ്മാപ്പട്ടി പൊടിച്ചതായിരിക്കാണ് സാധ്യത. എന്തോന്ന് പക്ഷിയേ? ചെന്മായ്ക്കൾ കൂട്ടമായിട്ട് കടിച്ച പത്രമായിരിക്കാണ് സാധ്യത. ഇല്ലെങ്കിൽ പുലിയോ കടുവയോ അങ്ങനത്തതായിരിക്കുന്നത്. പുലിയും കടുവയും നീ കാട്ടിലില്ല. പുലിയും കടുവയും ഇല്ല, ചെന്മായ്ക്കളാവാൻ സാധ്യത. പല്ല്, ഇതിൻ്റെ വിശപ്പല്ല് നടിച്ചിളക്കണം. കൊള്ളാം, നല്ല രസം കേട്ടോ. നാട്ടെ എന്തരാന്ന് മനസ്സിലാവുന്നതിൻ്റെ എന്തരമാണ് അതിൻ്റെ എല്ലുകൾ. ഇത് കൈമുട്ടോ കാൽമുട്ടോ നട്ടല്ലോ ഒക്കെ. ഇത് എന്തൊരു ഭാഗമായിട്ട് വരും? തുടയല്, കാടിയല്, തലയല്ല തലയത്. ഇത് ബാക്ക് സൈഡായിരിക്കാണ് സാധ്യത. മൊത്തം ഉണ്ടായിരുന്നു, എന്തിനാണെന്ന് മനസ്സിലാകണമല്ലോ. വല്ല പോത്ത മറ്റായിരിക്കും. പോത്തല്ല, പോത്തിൻ്റെ തല എങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലല്ലോ. നെട്ടല്ലെന്ന് കയ്യിൻ്റെ കാലിൻ്റെ എല്ലുകൾ എല്ലാം കൂടി വാരി കൂട്ടി വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സാധനം? ഇത് മറ്റേ നെട്ടല്ലാണ്. മറ്റേതിൻ്റെ കളയുന്ന സാധനം എന്ത് ചെറിയ സാധനമാണ് തോന്നുന്നത്. ചെറുതുമല്ല വലുതുമല്ല. ചെറുതാണോന്ന് വെച്ചാൽ ചെറുതാണ്, വലുതാണോന്ന് വെച്ചാൽ വലുതാണ്. പിടിച്ചിട്ട് ആ സമയത്ത് വന്നിട്ട് ഞാൻ അറിയത്തില്ല എന്തരാണെന്ന്. എന്തൊക്കെ മാതിരിയുള്ള ഫോസിലുകളുണ്ട്. ഈ ചെന്നായ്ക്കളൊക്കെ വിചാരിക്കുന്ന കാട്ടിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചു വന്ന് നടക്കും ഞാൻ. ഇതൊക്കെ എല്ലാണ്, എൻ്റെ ലാവായിരിക്കണം. പങ്കായത്തിനെ പോലത്തെ എന്തോ സാധനം. ഇത് തുടയായിരിക്കും, തുടയല്ലായിരിക്കും. ഇങ്ങനെ വായിട്ടാട്ടി ഇതാ കിടക്കുന്നു. നെട്ടല്. ഇതെല്ലാം കൂടി ജോഡിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ എല്ലാം കൂടി വാരി കൂട്ടി വെച്ചിട്ട് നോക്കാനുള്ള എല്ലാം എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നതിൽ. ഇതത് തന്നെ ചെന്നായ്പട്ടികൾ ആവാനാണ് സാധ്യത. പക്ഷെ ഇതെന്തൊരു ജീവിയാണെന്ന് വെച്ചാൽ പോത്താവാനുള്ള സാധ്യത കണ്ടില്ല. എൻ്റെ തല കണ്ടിട്ടുണ്ട്. ഇന്നിവിടെ നിന്ന് തന്നെ തമ്പയിലെടുക്കുന്നത് എല്ലാം തളിച്ചപ്പനായി.
ചൂണ്ടയിടാൻ പോയാൽ ഞാൻ കണ്ടത് എന്നും പറഞ്ഞ് തമ്പനിയിലിടാം. ഓ, പക്ഷെ എന്നാലും എൻ്റെ തല കണ്ടിട്ട് ഇത്രയും നീളമുള്ള തല, ചുണ്ട് പോലത്തെ സാധനമുള്ളത് എന്തിൻ്റെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ കൊറോണ വല്ല പോത്തോ പന്നിയെന്നൊക്കെ വിചാരിക്കായിരുന്നു. പക്ഷെ ഇത് കണ്ട ഇവിടെ എന്തോ സ്റ്റിച്ച് ചെയ്ത പോലെ ഇരിക്കുന്നത്. ഇതെന്താ സൂമാവാത്ത ഫോക്കസ് ആവാത്ത? ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഫോക്കസ് ആക്കിയിട്ട് തന്നെ ആയി. കണ്ടേ, നല്ലൊരു പാറ്റേണാണ്. ഓ, എന്നാലും ഇത്ര നീളമുള്ള എന്തിൻ്റെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കടുവയോ പുലിയോ ചെന്നായി പട്ടികളോ ഒക്കെ പിടിച്ചതാണ്. ഓ മൈ ഗോഡ്. ഇനിയിപ്പോൾ കിടന്ന് കൂടുതലൊന്നും കറങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ ഇരുന്നതിന് മുമ്പ് വീട് പിടിക്കണം. ഫിഷിംഗ് ബാഗുള്ളത് തേങ്ങയില്ല. ഇവിടെ കണ്ടിട്ട് വിശ്വസിച്ച് അങ്ങനെ ഇവിടെ വന്നിരിക്കും. എന്തായാലും 2-3 മാസമായിട്ടുണ്ടാവണം. എന്തായാലും 2 മാസമായി കാണും. അക്കരാരെ വീണ്ടും വരുന്ന അവിടെ ചൂണ്ട ഇടുന്നവരവിടെ നിന്ന് ഇടുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ കൂടി കയറിയിട്ട് അപ്പുറത്തോട്ട് പോകാം. അതിന് മുമ്പ് എന്നാൽ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ തമ്പനയിലിൻ്റെ പടവും എടുത്തോളാം. തമ്പനയിലിൻ്റെ പടവും കൂടെ എടുത്തിട്ട് പോയാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ. എന്നാലും എന്തോ ജീവിനെ എന്തൊക്കെയോ പിടിച്ച് തിന്നിട്ടതിൻ്റെ എല്ലുകളും തോലുകളൊക്കെ പോലെന്ന് എല്ലുകൾ മൊത്തം കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വാരി കൂട്ടിയിട്ടിട്ട് തമ്പനയിലെടുക്കാം. പിന്നെ ഈ കിടക്കുന്ന കല്ലെന്ന് പറയുന്നത് ഡാമിൽ വെള്ളം കയറ്റിയിട്ട് ഡാമിൽ ഫുള്ളായിട്ട് വെള്ളം കയറ്റുമ്പോൾ അങ്ങ് മേലെ അങ്ങ് വരെ വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറ്റുന്ന ആ ലെവൽ അറിയാൻ വേണ്ടി കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടിട്ട കല്ലാണ്. ഈ ഡാമിൽ മിക്ക സ്ഥലത്ത് ഈ കല്ല് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ മേലോട്ട് അങ്ങനെ കൊണ്ടിട്ട കല്ലോ ഇതവിടെ കുഴിച്ചിട്ട കല്ലോ ആണ്. കുഴിച്ചിട്ട കല്ലായിരിക്കില്ലേ? കുഴിച്ചിട്ട കല്ലാണെങ്കിൽ ഇവിടെ നടന്നിറങ്ങി വരുമോ? പിന്നെ അത് പോട്ട് പിന്നെ പലയിടത്തായിട്ട് ചിന്നിച്ചിതറിക്കിടന്ന എല്ലുകളെല്ലാം കൂടെ ഇട്ടാടി കൂട്ടിയിട്ട് ഞാൻ തമ്പിലിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ അറക കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തൂടെ വഴിയുള്ളൂ, അവിടെ കൊടുക്കാതെ അങ്ങ് പോവാം. അതിന് വേണ്ടി ഞാനിങ്ങനെ പോവുകയാണ്. അവിടുത്തൊരു അറ്റ മരം ഇടിഞ്ഞ് പറഞ്ഞ് കിടക്കുന്നത്, അവിടെ കൂടി പോകാൻ ഏതോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയൊന്നുമില്ല. അക്കയായിരുന്നു ചൂണ്ടയിടുന്നത് നമ്മുടെ ടീമാണ് ഞാൻ കണ്ടുപിടിച്ച്. മീനൊന്നും പിടിക്കുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഞാൻ ചൂണ്ടയിടേണ്ട സ്ഥലമൊക്കെ നോക്കി. പ്രത്യേകിച്ചാണ് നോക്കാനൊന്നുമില്ല. ഇവിടെ എവിടെ വേണമെങ്കിലും വന്നിരുന്ന് ഇടാം, ചൂണ്ടയിടാം. പിന്നെ മീനെ പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഗ്യാരണ്ടി ഇല്ലാതെ ഉള്ളൂ. അയ്യോ, ഒരു മരം ഇടിഞ്ഞ് വെള്ളത്തിലോട്ട് കിടക്കുന്നു. ഇത് മേലെ അങ്ങന്ന് കുറേ ഇങ്ങനെ കയറ്റമാണ്, ഇറക്കമാണ്. ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നെ ഈ സ്ലോപ്പ് ഇങ്ങനെ പോയിട്ട് താഴെ 6 വരെ, താഴെ 6ആണ് തോട്, 6 വരെ ഇത് ഇങ്ങനെ ചരിഞ്ഞുള്ള ഒറ്റ പോക്കാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡാമിലെ വെള്ളം കുറേ വലിച്ച് താഴെ ഇറക്കിയപ്പോയി ഞാൻ 6 വയലിൽ ഇതുവരെ ഇറങ്ങി പോകാനുള്ളൊരു, ഇവിടെയൊക്കെ താഴെ ആറ്റിലൂടെ നടന്ന് പോകാനുള്ളൊരു അവസരം കിട്ടുകയും ഇറങ്ങി പോവുകയും ചെയ്തു. അന്നാണ് ഞാൻ കണ്ടത്. ഇവിടെ 6 വരെ ഇതൊറ്റ വക്കാണ് താഴോട്ട്. പക്ഷെ ഇവിടെ അക്കരയിൽ ഇതാണ്, ഇത്ര ഹൈറ്റൊന്നുമില്ല, ഇത്ര ചരിവില്ലാത്ത ഏരിയയാണ്. ഇതൊക്കെ പൊന്മാൻ ഉണ്ടാക്കുന്ന വായികളാണ് മുട്ടയിടാൻ വേണ്ടി. എന്നാണ്ടോ ഉണ്ടാക്കിയ വായികളാണ്. പിന്നെ ഇതാ വീണ്ടും ഒരു മരവും മരക്കുറ്റിയും. ഇവിടെയൊക്കെ വന്നത് ചൂണ്ടയിട്ട മീൻ പിടിക്കാനാണ് തോന്നുന്നത്, പിടിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഇത്രയും
മേലത്തെ ആറ്റുകോണം വിട്ടാൽ ഇവിടെ ഇത്രയും കുറേ ഈറക്കാടുണ്ട്. ഇനി അത് വംശനാശം വന്ന് ഇനി എന്ന് പോകുമെന്ന്. ഇവിടെ കൂടി പോകാൻ ഇടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആറ്റോണല്ല കമ്പെടുത്ത് വെക്കണം. മേലെ കാട്ടിലൂടെ ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. അയ്യോ, കയ്യും കാലും കൊണ്ട് വെക്കുന്ന മൊത്ത അബദ്ധത്തിലാണല്ലോ. അയ്യോ അയ്യോ, ഒന്നുകിൽ ഞാൻ പോവും, അല്ലെങ്കിൽ ഫോണ് പോവും, അല്ലെങ്കിൽ രണ്ടും കൂടി വെള്ളത്തിൽ പോവും. ശുപ്പാണ്ടന്മാരവിടെ ശുപ്പാണ്ടികളൊക്കെ ചൂണ്ടയിട്ടിരിക്കുന്നു. ഇന്നത്തെ അമ്മ കളസം നോക്കിയിട്ട് വ്ളോഗ് ചെയ്യാൻ വരാം. ഒരു ചൂണ്ട, അയ്യോ ചൂണ്ട ഇല്ലായിരുന്നു അതിൽ. ഇവിടെ നിന്ന് സൂം ചെയ്താൽ പോലും അവരെ കാണാൻ പറ്റാത്ത വളരെ ദാരുണവും ക്രൂരവും പൈശാചികവുമാണ്. അയ്യോ, ഓ എത്ര മനോഹരമായ സ്ഥലം. ഇവിടെ കൂടെ ഒന്നും ആരും നടന്നു പോയില്ല. പക്ഷെ ഇവിടെ കൂടെ ആന ഇറങ്ങിപ്പോയിരിക്കുന്നതെന്നോ. വെള്ളം ഈ ലെവലിൽ കിടന്നപ്പോൾ ആയിരിക്കണം. താഴോട്ടൊന്നും ചവിട്ടില്ല. ഇവിടെ കൂടി ചവിട്ടി പറിച്ചിറങ്ങിയിരിക്കുന്നല്ലോ ഒരു കൂട്ടം. ഇവിടെ കൂടി താരയാണ്, ഈ ആനത്താരിലൂടെയാണ് ഇനി കയറി പോകാൻ പോകുന്നത്. ഇവിടെ കൂടി കയറിപ്പോയാൽ ഡയറക്റ്റായിട്ട് വിളയിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കണ്ടാൽ ആ കാണുന്ന കുന്ന് ഇതാണ്. അത് ബോണക്കാട്. ആ കുന്നല്ല, ഒന്നിൻ്റെ ഈ സൈഡ് വരും, വലിയ സൈഡ് ബോണക്കാട്. അവിടെ നിന്ന് പിന്നെ അത് തയ്യാറങ്ങിപ്പോയാൽ ഇതാ അവിടത്ത് കാണുന്നത് അത് വരയാട് മോട്ട. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് പൊന്മുടി. പിന്നെ ഇത് താഴെ ഇവിടെ ഇതൊക്കെ അക്കരായിരുന്നു ആ കറുത്ത പാറ, മയിലാടും പാറ. അതിൻ്റെ മണ്ടയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുന്നത്. അവിടെ സ്പീഡുള്ളൂ. ഈ വീഡിയോ ഇനി എവിടെ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. പിന്നെ ഇതൊക്കെ മയിലാടും പാറാക്കൂട്ടങ്ങളാണ് അത്രയും ആ കോണത്രയും. പിന്നെ അവിടെ നിന്ന് വന്ന ആ സൈഡ്, പിന്നെ അക്കരെ കയറി അവിടെ കുറേ പാറാക്കൂട്ടം. ഇങ്ങനെ പോയാൽ അക്കരെ അവിടെ കുറേ പാറാക്കൂട്ടം. ആ പാറയാണ് ഞാൻ പറഞ്ഞത്, പാറയുടെ പുറത്തൊരു പാറ ഇരിക്കുന്നത്. ഈ സൈഡ് പിന്നെ പാറകളൊന്നുമില്ല. നമ്മൾ വന്നേരം തൊട്ട് ഇതുവരെ ഇതുപോലത്തെ സ്ഥലമാണ്. പാറകളില്ലാത്ത ഇങ്ങനത്തെ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. പിന്നെ സംഭവം ഞാൻ വെള്ളം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെള്ളം വലിഞ്ഞിറങ്ങിയപ്പോൾ ഈ വെള്ളം മൊത്തം ഇങ്ങനെ വറ്റി ഇറങ്ങി ഏകദേശം അതുവരെ ഈ വെള്ളം മൊത്തം ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് അത് കുറേ ഏകദേശം ആ ഒരു ലെവൽ വരെ വെള്ളം ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആറിങ്ങനെ ആറ്റിൻ്റെ കോണ് അതുവരെ ചെന്ന്, ഏകദേശം അതുവരെ ചെന്ന്. അപ്പോൾ ഈ വെള്ളം അക്കരത്തെ വെള്ളം എല്ലാം കൂടി വലിഞ്ഞ് താഴെ ഇറങ്ങിയിട്ട് ഈ ഭാഗം കുറേ താഴേക്ക് അവിടെ കുറേ വരുന്ന സ്ഥലമാണ്. അവിടുത്തെ അക്കരത്തെ ആ ഭാഗം കൂടിയാണ് വരുന്നത്. അങ്ങനെ കറങ്ങി എങ്ങനെയൊക്കെയാണ് ഏകദേശം അതുവരെ വെള്ളം വലിഞ്ഞിറങ്ങിപ്പോയി. പിന്നെ അങ്ങൊരു കുന്നുണ്ട്, ഒരു ഇടക്കുന്നുണ്ട്. അവിടുത്തെ പോയിട്ട് അങ്ങനെ ആ കുന്ന് കറങ്ങി അങ്ങ് അപ്പുറത്തോട് ഒരു ആറുണ്ട്. എല്ലാം കൂടി വന്ന് കൂടി ഇങ്ങനെ അങ്ങനെ അങ്ങ് പോകും. പിന്നെ അപ്പുറത്ത് വലിയാറ് വരും. എല്ലാം കൂടി അങ്ങനെ പോകുന്നൊരു ഭാഗമാണ്. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഫിഷിംഗ് വ്ളോഗ് ചെയ്യണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ വന്നിട്ടും മീനുള്ളതായിട്ട് ചൂണ്ടയിട്ടാലും മീനെ പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും വന്ന് ഇട്ട് നോക്കാം, ഒരു വ്ളോഗ് ചെയ്യാം, ഫിഷിംഗ് വ്ളോഗ് ചെയ്യും. അതിന് നല്ലൊരു ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ഏത് സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മഴ പോയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഉറപ്പായിട്ട് ഇന്ന് ചെയ്യാമെന്ന് പറയാനുള്ളൊരു കോൺഫിഡൻ്റ് ഇല്ല. എത്രയും പെട്ടെന്ന് അവസരം കിട്ടുന്നോ അത്രയും പെട്ടെന്ന് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നത്.